ثم إلى أرواح الأنبياء والمرسلين والصحابة والتابعين وتابع التابعين إلى يوم الدين الفاتحة എന്നാണ്. ഇത് നബി ആര്, മുർസൽ ആര്, സ്വഹാബത്ത് ആര്, താബി ആര്, താബി ആര്, അതൊക്കെ നമുക്ക് അറിയുന്നത് കൊണ്ട് അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. പിന്നെ പറഞ്ഞ സുമ്മ ഇല അർവായിൽ ഔലിയായി വശുഹദായി വസുദ്ദീഖീന വസ്വാലിഹീൻ അൽ ഫാത്തിഹ. സുമ്മ ഇല അർവായി മലായികത്തില്ലാഹിൽ മുഖറബീൻ. ഇങ്ങനെയാണ് നമ്മുടെ കുതുബിയത്തിന്റെ മുഖദ്ദമയിലുള്ള ഫാത്തിഹ വിളികൾ. ഇനി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മലായിക്കത്ത്, സുമ്മ ഇല അർവായി മലായികത്തില്ലാഹിൽ മുഖറബീൻ ആണ്. അവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഔലിയാക്കള്, സുഹദാക്കള്, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത്, മുർസലീങ്ങൾ, താബിഈങ്ങൾ, അംബിയാക്കള്, ഇവരൊക്കെ മരിച്ചവരാണോ? അപ്പൊ ഖളിയത്തു ഹിദായിൽ ഫാത്തിഹത്തി ലഹും, മലായിക്കത്തിലേക്ക് ഫാത്തിഹനെ അദി ചെയ്യുന്നതിന്റെ തേറ്റം എന്താ? എന്തോടുകൂടെ? മാ എന്നവും അഹിയാഉൻ, മലക്കളൊക്കെ ജീവിക്കുന്നവരാണ്. ബൽ എന്ന് മാത്രമല്ല, ലാ യമൂതു അഹദും മിൻഹും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് വരെ മലായിക്കത്തു നിന്ന് ഒരാളും മരിക്കില്ല, അവരൊക്കെ ജീവിച്ചിരിക്കും എന്നതോടൊപ്പം തന്നെ മലായിക്കത്തിലേക്ക് ഫാത്തിഹ നമ്മൾ ഹദിയാക്കുന്നുണ്ട്. അങ്ങനെ ഹദിയാക്കുന്നതിന്റെ തേട്ടം വഇൻ കാനൽ മൗതു ജായിസൻ ലഹും, മലായിക്കത്തിന് മരിക്കാൻ പാടില്ല എന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ല, മുഹാലൊന്നും അല്ല, അവർക്ക് മരിക്കാൻ അനുവദനം തന്നെയാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അന്ത്യനാള് വരെ മരിക്കുന്നില്ലല്ലോ. ആ മരിക്കാത്ത മലായിക്കത്തുകളാണല്ലോ ഇവർ. പിന്നെന്തിനാ അവർക്ക് ഹിദ കൊടുക്കുന്നത്? അത് കൊടുക്കുമ്പോ അതിന്റെ തേട്ടം എന്ത് മനസ്സിലാക്കണം? അന്നഹു യസീഖുൽ മർഇ, അതിന് മനസ്സിലാണ് എന്താ, നിശ്ചയമായിട്ടും ഒരു മനുഷ്യന് പറ്റും എന്ത്, സവാബി അഹ്മാലിഹി, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ പ്രതിഫലം പോലോത്തതിനെ ആക്കാം, ചേർത്തിക്കൊടുക്കാം മറ്റൊരാളിലേക്ക്. ഹയ്യൻ കാനോ മയ്യിത്തൻ, അയാൾ ജീവിച്ചിരിക്കട്ടെ മരിക്കട്ടെ എന്ന് മനസ്സിലാക്കണ്ടല്ലോ. മറ്റൊരൊക്കെ മരിച്ചു, മലായിക്കത്ത് മരിച്ചിട്ടില്ല. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം, ഈ ഫാത്തിഹ അത് ചെയ്യുമ്പോ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ പ്രതിഫലം പോലോത്ത പ്രതിഫലം മറ്റുള്ളവർക്ക് ആക്കുന്നിടത്ത് മരിച്ചോരെന്നോ ജീവിച്ചിരിക്കുന്നോ വ്യത്യാസമില്ല എന്നല്ല ഇത് മനസ്സിലാക്കുന്നത്. കഥാലിക്ക, കാര്യം അങ്ങനെ തന്നെ ഉള്ളതും എന്നാ എതിരാരുമില്ല, ഉണ്ട്. ഖിലാഫൻ ലിമൻ വഹമ ഫീഹി, ഈ പറഞ്ഞ കാര്യത്തിൽ ജീവിച്ചിരിക്കുന്ന ആള്, അവരുടെ കാര്യത്തിൽ ചില ആൾക്കാര് പല ഊഹന പറഞ്ഞിട്ടുണ്ട്. ഒരു പറ്റൂല എന്ന് പറഞ്ഞു, അവർക്കെതിരായിട്ടാണ് നമ്മളിവിടെ സംസാരിച്ചത്. അങ്ങനെ വസാമ, ആ ഊഹിച്ച ആള് വാദിക്കുന്നു, അടിമ സിഖത്തിൽ അയ്യി ഇല്ലാബി ഇതിനിഹി എന്നാണ്. ജീവിച്ചിരിക്കുന്ന ആളിലേക്ക് മിസ്ർ സവാബ് ആക്കണമെങ്കിൽ, അത് ശരിയാവണമെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന ആളുടെ അനുമതി വേണമെന്നാണ്. ആ അനുമതി ഇല്ലാതെ അയാളിലേക്ക് അങ്ങനെ ഹദിയാക്കൽ ശരിയാവുകയില്ല എന്നാണ് ഈ ഊഹന പറഞ്ഞ ആളുകൾക്കുള്ള അഭിപ്രായം. ഈ ആളുകൾക്ക് എതിരായിട്ടാണ് നമ്മൾ പറയുന്നത്, മരിച്ചാലും ഇല്ലെങ്കിലും ഹദ് ചെയ്യാൻ പറ്റില്ല. ഈ ഹദ് ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് ബിഖിയ എന്ന് പറയുന്ന കിതാബുണ്ടല്ലോ, കാലഫിൽ ബിഖിയത്തി. എന്നാൽ ബിഖിയിൽ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? ആ പറയുന്ന ചർച്ച നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഷാരി പറയുന്നു, ബിഖിയിൽ അതിന്റെ മുസന്നി പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? ഖബില മബ്അത്തിൽ ഈസാഇ, വസിയത്ത് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ നമ്മളെ ഇസ്ലാമില്. ആ വസിയത്ത് ചെയ്യുന്നതിനെ പറ്റി ചർച്ച ഉണ്ട്. ആ ചർച്ചയ്ക്ക് മുമ്പായിട്ട് ബിഖിയിൽ കാണാം ആരെ തൊട്ടാണ് ഉദ്ധരണി? അനിൽ ഖുർദി, ഇമാം ഖുർദിയെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. ആ ഉദ്ധരണിയിൽ അതിന്റെ ടോട്ടൽ എന്താണ്? ഇങ്ങനെ വായിക്കാം. എന്താ വായിക്കേണ്ടത്? അമ്മ നിയ്യത്തു സവാബിൽ അഅ്മാലി മിൻ ഗൈരി ദുആഇൻ, പ്രാർത്ഥിക്കുന്നൊന്നുമില്ല, പ്രാർത്ഥിക്കാതെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തി കർമ്മം ചെയ്യുന്നു, അത് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാതെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് പ്രതിഫലമുണ്ട്. ആ കർമ്മത്തിന്റെ പ്രതിഫലത്തെ കരുതുക, മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി കരുതുകയാണ്.
അങ്ങനെ വരുമ്പോ നോക്കണം, വൈകാരത്ത് സ്വതക്കത്തൻ, ആ കർമ്മം ധർമ്മമാണെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയാണെങ്കിലോ ശരിയാവും. അപ്പൊ ധർമ്മമോ പ്രാർത്ഥനയോ ആണ് എങ്കിൽ അവിടെ താൻ ചെയ്ത ധർമ്മത്തിന്റെ സവാബിനെ കരുതാം, പ്രാർത്ഥിച്ചതിന്റെ സവാബിനെ കരുതാം, ഒരു കുഴപ്പമില്ല. ഇല്ലാ ഫല അലറാജിഹി. എങ്ങനെയല്ല എങ്കിൽ പ്രാർത്ഥനയോ ധർമ്മവും അല്ല എന്ന് വെക്കുക. അങ്ങനെയല്ല എങ്കിൽ എന്നാ പിന്നെന്താണ്, അതൊന്നും അല്ലാത്ത കർമ്മങ്ങളാണെങ്കിൽ റാജിഹായ അഭിപ്രായ പ്രകാരം അതിന്റെ സവാബിനെ കരുതൽ മറ്റുള്ളവർക്ക് കരുതാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ബിഗയിൽ പറയുന്നു. ഷെയ്ഖിന സഈദ് സുംബിൽ എന്ന് പറയുന്ന മഹാനിൽ ഫത്വ കാണാം. എന്താണ് ആ ഫത്വ? മൻ അമില നഫ്സി, ഒരാൾ സ്വന്തം ശരീരത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തു. കർമ്മം ചെയ്തിട്ട് സുമ്മക്കാല, പിന്നീട് അയാൾ പറയുന്നു, അല്ലാഹുമ്മ ജ്അൽ സവാബഹു ലി ഫുലാൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാനൊരു കർമ്മം ചെയ്തു. ഇതൊരു കർമ്മമാണല്ലോ ഈ ക്ലാസ് എടുക്കല്. ഈ കർമ്മത്തിന്റെ സവാബിനെ ഞാൻ പറഞ്ഞു, പഠിച്ചവനെ എനിക്ക് പഠിക്കുവാൻ വേണ്ടി സഹായിച്ച ഇന്നിന്ന ആൾക്കാരുണ്ട്, എന്നെ പഠിപ്പിച്ച ഇന്നിന്ന ആൾക്കാരുണ്ട്, എന്റെ മാതാപിതാക്കൾ, ഇങ്ങനെ ഓരോ വ്യക്തിയെ കരുതിക്കൊണ്ട് ഞാൻ ആ പ്രതിഫലം അങ്ങനെ ആക്കി. അങ്ങനെ ആക്കുകയും ചെയ്താൽ വസലഹുസ്സവാബു, എന്നാൽ ഇയാൾ ചെയ്ത ആ കർമ്മത്തിന്റെ പ്രതിഫലം ആരിലേക്കാണോ ആക്കാൻ അയാൾക്ക് കിട്ടുമെന്നാണ്. സവാവും കാര ഹയ്യന്നോ മയ്യത്തൻ, അയാൾ ജീവിച്ചിരിക്കട്ടെ മരിച്ചിരിക്കട്ടെ എന്തായാലും കിട്ടും എന്നർത്ഥം. അതായത് സവാവും കാരന് ത്വരിക്ക് തബയ്യത്യം ചെയ്ത ആക്ക് കിട്ടുമല്ലോ, ചെയ്ത ആക്ക് കിട്ടുന്ന ആ പ്രതിഫലത്തിൽ തുടർന്ന് മറ്റാക്കും കിട്ടും. അല്ലെങ്കിൽ തനിച്ച് ഇയാൾക്കില്ല, തനിച്ച് അയാൾക്കാക്കി, അങ്ങനെ ആയാലും കിട്ടും. എങ്ങനെ ആയാലും കിട്ടും എന്നുള്ളതാണ് ബിഗയിൽ പറയുന്നത്. എന്തഹാ മാഫിൽ ബിഗിയ, ബിഗയിൽ പറഞ്ഞത് അവിടെ കഴിഞ്ഞു. അപ്പൊ എന്താ അതിന് കിട്ടിയത്? മരിച്ചാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, ഹദ്യ ചെയ്താൽ കിട്ടുന്നായി. അപ്പൊ ഇനി സംശയം എന്താ? ഫൈൻ കീല, അപ്പൊ പറയപ്പെട്ടു, യുനാഫീഹിമാ തഖദ്ദമ അൽ ഫത്താവൽ കുബ്ര. എന്നാൽ നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ച സംഗതി ശരിയാണ്. എന്നാ ഫത്താവൽ കുബ്ര ഇബ്നുൽ അബ്ദുൽ ഹൈതമി തങ്ങളതല്ലേ. ഫത്താവൽ കുബ്രയിൽ കാണുന്ന ഇബാറത്ത് നോക്കുമ്പോ അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ ബിഗയിൽ പറഞ്ഞ എതിരാണല്ലോ. എന്താണ് ഇപ്പൊ അവിടെ പറഞ്ഞത് ഫത്താവൽ കുബ്രയില്? പറഞ്ഞു നോക്കാം ഇൻഷാ അല്ലാഹ്. അന്ന ഈസാല ഐനി സവാബിൽ ഖിറാഅത്തി, ഫത്താവൽ കുബ്രയിൽ പറയുന്നത് ഇതാണ്. ഒരാൾ ഓതുമ്പോ അതിന്റെ കൂലിയുണ്ട്. അപ്പൊ അയാൾ ഓതിയ കൂലിന്റെ അയിന് തന്നെ അതന്നെ ആ കൂലി, ആ അയിനെ ചേർക്കുക എന്നുള്ളത് ഒരു മുറാദിന് ഇവിടെ ഉദ്ദേശം ഇല്ലല്ലോ. ഓദ്യ സവാബിന്റെ അയിന് ചേർക്കുക എന്ന ഉദ്ദേശം ഇവിടെ ഇല്ല എന്നാണ് ഫത്താവൽ കുബ്രയിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോ ബിഗയിൽ പറഞ്ഞ തമ്മിൽ എതിരുണ്ടല്ലോ എന്നാ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൊല്ല അതിന് മറുപടി ഇന്നമൽ മുഖാലഫത്തു ഫി ഈസ്വാലി ഐനി സവാബി മിസ്ലിഹി, സവാബ് തന്നെ ചേർക്കലാണോ അത് സവാബ് പോലോട്ട് ചേർക്കലാണോ എന്നതിലാണ് ഖിലാഫും അഭിപ്രായമൊക്കെ ഉള്ളത്. അതിന് മാത്രമുള്ള ഖിലാഫ് ഉള്ളത്. വലൈസ കലാമുന ഫീ ദാലിക, നമ്മുടെ ചർച്ച സവാബിന്റെ അയിനാണോ മിസിലാണോ എന്ന കാര്യത്തിലല്ല. ബൽ പിന്നെയോ ഫി സിഹ്ഹത്തിൽ അഹ്യായി, മരിച്ചവർക്ക് അതിയാക്കുന്ന പോലെ ജീവിച്ചിരിക്കുന്ന ആളുകളിലേക്ക് സവാബിനെ ഹദിയ ചെയ്താൽ ശരിയാകും എന്നതിലുള്ള ചർച്ച നമ്മൾ നടക്കുന്നത്. ആ ചർച്ചയല്ലല്ലോ ഫത്താവൽ കുബ്രയിലുള്ളത്. ബിഗയിൽ പറഞ്ഞ് ശരിയാകുന്നാണ് ഹയാത്തായാലും മരിച്ചാലും. ഫത്താവൽ കുബ്രയിൽ അയിന് സവാബാണോ അല്ലേ, അവിടെ തർക്കം അങ്ങനെയാണ്. നമ്മൾ തർക്കം അതല്ലല്ലോ എന്നാണ്. അപ്പൊ വൈദാ കാല, അപ്പൊ ഒരാൾ പറയാണ്, ഓദ്യം ഒരാൾ പറയാണ്, അല്ലെങ്കിൽ കർമ്മം ചെയ്തു അയാൾ ദ്വാരിക്കാണ്, ഔസിൽ മിസില സവാബി ഹാദൽ അമൽ ലി ഫുലാനി, അത് നബിയാവാം അല്ലെങ്കിൽ വലിയാവാം ഉപ്പയാവും ആരെയിക്കോട്ടെ.
ഇന്നാൽ ഇന്ന ആളിലേക്ക് ഞാൻ ചെയ്ത ഈ കർമ്മത്തിന്റെ പ്രതിഫലം പോലോത്തത് നീ ചേർക്കണേ എന്ന് പറഞ്ഞാൽ സ്വഹ, അത് ശരിയാണ്, കുഴപ്പമില്ല. ഹയ്യങ്കാന അവയ്യത്തൻ, അയാള് ആ ഫുലാൻ ജീവിക്കുന്ന ഫുലാനാവട്ടെ മരിച്ച ഫുലാനായിക്കോട്ടെ, കുഴപ്പമില്ല, പറ്റും. എന്തോടുകൂടെ അലാ അന്നഹു റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ അഖബഹു, അതിന്റെ ഉടനെ തന്നെ പറഞ്ഞു ഇബ്നു വിധങ്ങൾ ആ പറഞ്ഞ ഉടനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ബി ഖൗലിഹി, മഹാനവറുടെ വാക്കുകൊണ്ട് ഉടനെയാക്കി പറഞ്ഞു, ഫലഫ്ലത്തുൽ മിസ്ൽ, മിസ് എന്ന് പറയുന്ന പദം ഈ സ്വർറക ബിഹ, അപ്പൊ അല്ലാഹുമ്മ ഔസിൽ മിസ്ല എന്ന് പറഞ്ഞ മിസ്ൽ വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞാൽ, അങ്ങനെ പറയുമ്പോ വാദിൽ കാര്യം മനസ്സിലായല്ലോ, സവാബ് മിസ്ലാണെന്ന്. ഇല്ല, അല്ലാഹുമ്മ ഔസിൽ സവാബ ഹാദൽ അമലി ഫുലാൻ എന്ന് പറഞ്ഞാലോ അവിടെ മിസ്ൽ വ്യക്തമല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഫഹിയ മുറാദത്തുൻ, എന്നാൽ അവിടെ ഉദ്ദേശം എന്താണ്? മിസ്ലുണ്ട് എന്നാണ്, അല്ലാതെ ആയിരല്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പല തനാഫിയ, ഇവിടെ വിറയിൽ പറഞ്ഞതും അതുപോലെ തന്നെ ഫത്താവൽ കുബ്രയിൽ പറഞ്ഞതും തമ്മിൽ വ്യത്യാസമില്ല. ഇത് തിരിഞ്ഞ രണ്ടാമല്ലോ. അല്ലാഹു അഅലം. അതാണ് നമുക്കിപ്പോ പറയാനുള്ളത്. അവർ കുഴപ്പമില്ലാതെ കിട്ടി. ആകത്തുക പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളിലേക്കും ചെയ്യാം, മരിച്ച ആളിലേക്കും ചെയ്യാം. പിന്നെ എടുത്തിട്ട് പറയുന്ന മലായികത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല വൽ ഹഫളത്ത്. ഇങ്ങനെയുണ്ട്. ഇവിടെ ജിബ്രീൽ, മീകായിൽ, ഇസ്റാഫീൽ, അസ്റാഈൽ പ്രധാനപ്പെട്ട 4 മലക്കുകളാണ്. പിന്നെ ഹഫളത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹഫളത്ത് പറഞ്ഞാൽ അൽ ഹാഫിളീന എന്നതിന് അർത്ഥം സൂക്ഷിക്കുന്നവർ എന്നപ്പോ പറഞ്ഞത്. അവരാരൊക്കെ നോക്കാൻ പോകും? ഹാഫിളീങ്ങളായ മലായിക്കത്തുൽ ഖസ്മാനി, 2 ഓഹരിയാണ്. ഒന്ന് ഹഫളത്തും അനിൽ മവാരി, മനുഷ്യന്മാർക്ക് വന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അത്തരം പ്രയാസങ്ങളൊക്കെ തടുക്കുവാൻ വേണ്ടി അതിനകത്തോട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം അങ്ങനെയുണ്ട്. കാലത്തായ അല്ലാഹു തആല തന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഖുർആനിൽ പറഞ്ഞു കാണാലോ? ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ് എന്ന് ഖുർആനിൽ കാണാം. ലഹു, അല്ലാഹ്, ഈ മനുഷ്യനുണ്ട്, മുഅഖിബാത്തുൻ, ഉടനെ വന്നുകൊണ്ടിരിക്കുന്ന മലായികത്തുകളുണ്ട്, മിൻ ബൈനി യദൈഹി, അവന്റെ മുൻവശത്തിൽ കൂടെയും, വമിൻ ഖൽഫി, അവന്റെ പിറകിലൂടെയും ഉടനെ വന്നുകൊണ്ടിരിക്കുന്ന മലായികത്തുകൾ ഇവരുണ്ട്. യഹ്ഫദൂനഹു, ആ മലായികത്തുകളൊക്കെ ഈ വ്യക്തിയെ കാത്തുകൊണ്ടിരിക്കുകയാണ്. മിൻ അംരില്ലാഹ്, അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഖുർആനിൽ നിന്ന് മനസ്സിലായി, മുൻഭാഗം പിൻഭാഗത്തിലൂടെ അള്ളാന്റെ കൽപ്പന പ്രകാരം അവരെ കാത്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന പ്രയാസം എന്തൊക്കെയുണ്ടോ ആ പ്രയാസങ്ങൾ മുഴുവനും കാത്തുകൊണ്ടിരിക്കുന്ന മലായികത്ത് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇവിടെ നമുക്കൊരു ചർച്ച നടത്താം. മുഅഖിബാത്ത് എന്ന് പറഞ്ഞിട്ട് റായിദ് സൂറത്തിലെ ആയത്താണ് ആയത്ത്. അപ്പൊ ഇവിടെ നമുക്ക് മുഫസ്സിറുകൾ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കാം. മുഫസ്സിറോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇബ്നു കസീർ പോലത്തെ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് നോക്കാം എന്താന്നുള്ളത്. സ്വാമി ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ലിൽ അബ്ദി, ഒരടിമക്കൊണ്ട്, മലായികത്തുൻ യതആഖബൂന അലൈഹി ഹിർസും ബിൽ ലൈലി വ ഹിർസും ബിൻ നഹാരി. കുറച്ച് മലായികളുണ്ട്. ആ മലായികത്തുൽ ഇങ്ങനെ അവന്റെ മേൽ ഈ അടിമയുടെ മേൽ ഉടനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മലായികത്ത് ഒഴിയുന്നില്ല, പോകുന്നു വരുന്നു, ഉടനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹിർസും ബിൽ ലൈൽ, രാത്രി പാറാവുകാര്, ഹിർസും ബിൻ നഹാരി, പകല് പാറാവുകാർ. ഇങ്ങനെയുണ്ട്. മോശമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടും പുതുതായി ഉണ്ടാവുന്ന എന്തെല്ലാം മുസീബത്ത് കൊണ്ടോ അതിനെ തൊട്ടും ഈ വ്യക്തി അവർ കാക്കും. അങ്ങനെ രാപ്പകലുകൾ കാത്തുകൊണ്ടിരിക്കുന്ന മലായികത്ത് അടിമക്കുണ്ട് എന്നാണ്. ഏതുപോലെ ഉദാഹരണം പറഞ്ഞാൽ കമാ യതആഖബു മലായികത്തുൻ ആഖറൂന, വേറൊരു കൂട്ടർ മലായികത്തുകൾ ഇങ്ങനെ ഉടനെയായി വരുന്നത് പോലെ. എന്തിന്? ലിഹിഫ്ദിൽ അഅമാലി മിൻ ഖൈരിൻ ഔ ശർരിൻ,
ഒരു മനുഷ്യന്റെ നന്മതിന്മകൾ, മനുഷ്യൻ ചെയ്തു കൂട്ടിയ നന്മതിന്മകളായിരിക്കുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങളെ സൂക്ഷിക്കുവാൻ വേണ്ടി ഒന്നൊന്നായി മലാക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കൂട്ടർ പോന്നു വരുന്നു, മലാക്കത്ത് ഒഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ മലായിക്കത്തും ബില്ലൈലി മലായിക്കത്തും ബിന്നഹാരി, പകലുണ്ട് ഈ മലായിക്കത്ത്, രാത്രി വരുന്നുണ്ട് മലായിക്കത്തുകൾ. ഇങ്ങനെ വന്നുകൊണ്ട് മനുഷ്യനെ അമലുകൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നാശത്തെ തൊട്ട് കാക്കുന്നുമുണ്ട്. ഇങ്ങനെ മലായിക്കത്തുകൾ ഉണ്ട്. അപ്പൊ എവിടൊക്കെ നോക്കാം? പത്തിനാനി അൽ യമീനി പശ്ചിമാലി, ഇടത്തും വലത്തുമായിട്ട് രണ്ട് മലക്കുണ്ട്. പല പണി എന്താ? കുത്തുബാൽ, അവര് എന്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു? കർമ്മങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ സാഹിബുൽ യമീൻ കുത്തുബുൽ ഹസനാത്തി, വലതുഭാഗത്തുള്ള മലക്കിന്റെ പണി എന്താണ്? നന്മകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാഹിബുൽ ഷിമാൽ കുത്തുബു ശയ്യാത്ത്, ഇടതുഭാഗത്തുള്ള മലക്കിന്റെ പണി എന്താണ്? അവന്റെ തിന്മകൾ എഴുതിക്കൊണ്ടിരിക്കുക. ഇത് അവന്റെ മരണം വരെ ഉണ്ടല്ലോ, ഒഴിയുന്നില്ല. ഇങ്ങനെ രണ്ട് മലായിക്കത്ത് ഇടത്തും വലത്തായിട്ട് കൂടുതൽ. ഇപ്പൊ മലക്കാനി ആഹറാനി, വേറെ രണ്ട് മലായിക്കത്ത് കാണും. എന്താ അവരെ പണി? ഫലാനി, അവർ രണ്ടുപേരും ഇവനെ കാക്കുകയാണ്. ഹരിസാനിഹി, ഇവനെ സംരക്ഷിക്കുകയും കാത്തുകൊണ്ടിരിക്കുകയുമാണ്. നമ്മളെ പവറാണ് ഈ പറയണതേ. അള്ളാഹു നമുക്ക് വേണ്ടി മലായിക്കത്ത് ഇറക്കി നമ്മളെ സംരക്ഷിക്കണം നോക്കാണ്. അപ്പൊ എവിടെ നോക്കിയാലും അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തൽ നമ്മുടെ കടമയല്ലേ? അത് നമ്മൾ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന നന്മയും നിയമത്തൊക്കെ എന്തുള്ളൂ? ദുന്യാവിന്റെ സുഖമാണ്. തടിക്ക് രോഗം ഉണ്ടാകരുത്, ഇഷ്ടംപോലെ പണം ഉണ്ടാകുക, യാത്രയുള്ള സൗകര്യമുള്ള വാഹനം ഉണ്ടാവുക, നമുക്ക് ഉപയോഗിക്കാവുന്ന സംഭവം, ഇതാ നിയമത്ത് മാത്രം. അതല്ല നിയമത്ത്, അതൊക്കെ ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ അല്ലാഹു തആല പരിശുദ്ധന്മാരായ മലായിക്കത്തിനെ നമ്മളെ കാക്കാൻ വേണ്ടി വിടുകയാണ് അല്ലാഹു തആല. ഇങ്ങനെ രണ്ട് മലായിക്കത്തിനെ കാക്കാൻ വേറുണ്ട്. ഒന്ന് മുൻവശത്ത് ഒരു മലക്ക്, പിറകില് ഒരു മലക്ക്, ഇങ്ങനെയുണ്ട്. അങ്ങനെ വരുമ്പോ ബഹുവ ബൈന അർബായത്തി അംലാക്കിൻ ബിൻ നഹാരി വ അർബായത്തിൻ ആഖരീന ബില്ലൈലി ബദരൻ. അവ നോക്കുമ്പോ പകൽ എന്തായി? നാല് മലായിക്കത്തുണ്ട്. ഈ രാത്രിയിലും 4 മലായിക്കത്തുണ്ട്. അങ്ങനെ മൊത്തം 8 മലായിക്കത്തല്ലേ വരിക. അങ്ങനെ പകലായി 4 മലായിക്കത്തിന്റെയും രാത്രി 4 മലായിക്കത്തിന്റെയും ഇടയിലാണ് ഈ മനുഷ്യനുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമുക്ക് രാവും പകലുമായി 4 മലായിക്കത്ത് അല്ലാഹുവിനെ വിട്ടെന്നിരിക്കാൻ പറ്റാത്ത ആബിദാനി കാത്തിബാനി, ഇതാണ് 4 മലായിക്കത്ത്. 2 ആൾ കാക്കാന്, 2 ആൾ എഴുതാനും. കമാ ജാഅ ഫി സ്വഹീഹ്, സഹീഹായ ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. എന്ത്? തതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാരി വയജ്തമിഊന ഫി സ്വലാത്തി സുബ്ഹി വസ്വലാത്തിൽ അസ്രി ഫയസ്അദു ഇലൈഹി الذين ബാതു ഫീകും വയസ്അലുഹും വഹുവ അഅലമു ബികും കൈഫ തറക്തും ഇബാദി വയഖൂലൂന അതൈനാഹും വഹും യുസല്ലൂന വതറക്നാഹും വഹും യുസല്ലൂന എന്ന് ഹദീസിൽ കാണാമല്ലോ. എന്താ പറഞ്ഞ ഹദീസിന്റെ രക്തം ചുരുക്കം? രാത്രി മലായിക്കത്തുകൾ നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്, ഉടനെ പകല് മലായിക്കത്തുകൾ ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ ഇറങ്ങി വരുന്ന മലായിക്കത്തുകൾ വഴി അവർ സുബഹി നമസ്കാരത്തിനും അസ്ർ നമസ്കാരത്തിനും സമ്മേളിക്കുന്നുണ്ട്. അപ്പൊ അസ്റിൽ വന്ന മലായിക്കത്ത് സുബൈക്ക് പോകുന്നു. അപ്പൊ സുബൈക്കുള്ള മലായിക്കത്ത് ഇവിടെ വരുന്നു. അപ്പൊ അസ്റില് സുബൈക്ക് വരുന്ന മലായിക്കത്ത്, അസ്റിൽ വന്ന മലായിക്കത്ത് സുബൈക്ക് കയറുമ്പോ വന്ന മലായിക്കത്ത് 3 മലായിക്കത്ത് സുബൈയിൽ ഒരുമിച്ചുകൂടി. സുബൈക്ക് വന്ന മലായിക്കത്ത് അസ്റിന് കയറുന്നു. അപ്പൊ അസ്റിന് മലായിക്കത്ത് ഇറങ്ങി വരുന്നു, അപ്പോഴും സന്ധിക്കുന്നു. ഇതുകൊണ്ടാണല്ലോ മലായിക്കത്തിന്റെ കൂടെ നമുക്ക് നിസ്കാരം കിട്ടുക. പൊയ്ക്കോളി നിസ്കരിച്ചോളി എന്നൊക്കെ പറയുന്നതാണല്ലോ. എന്തിനു വാങ്ങിയണതൊക്കെ നമ്മൾ നിസ്കാരം കബൂലാക്കുമല്ലോ, നമ്മളെ കൂടെ മലായിക്കത്തില്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? രാത്രി അങ്ങനെ അതിലേഹില്ലതീരെ ബാത്തൂഫീക്കും, രാത്രി നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന മലായിക്കത്ത് അള്ളാഹിന്റെ അടുത്തേക്ക് കയറിപ്പോകും. എന്നിട്ട് അള്ളാഹു തആല അവരോട് ചോദിക്കും മലായിക്കത്തിനോട്, ആയിരമു നിൽക്കും, നിങ്ങളെ കുറിച്ച് എന്താന്ന് അള്ളാഹു തആലക്ക് അറിയാഞ്ഞിട്ടല്ല, അള്ളാഹ് രാജാവാണ്. അള്ളാഹ് അയച്ച പ്രത്യേക മലായിക്കത്ത്. ആ മലായിക്കത്തിനോട് രാജാവിന് അറിയാമായിരിക്കെ എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുന്നത് എന്തിനാണ്? കാര്യം തിരക്കുന്നത്. അങ്ങനെ ആയിരിക്കണം, അതറിയാം. എന്നിട്ട് ചോദിക്കുന്ന മലായിക്കത്തിനോട് അള്ളാഹു തആല കൈഫ തറക്തും ഇബാദി, നിങ്ങൾ പോരുമ്പോ എന്റെ അടിമകളെ എങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ചു വന്നത് എന്നാണ്. ഇവിടെ അള്ളാഹ്ക്ക് മാത്രം എല്ലാം അറിയുമല്ലോ.
പിന്നെ എന്തിനാ അള്ളാഹ് മലായിക്കത്തിൽ ചോദിച്ചാൽ വിദേഹത്തിൽ എന്ത് മറുപടി പറയൂടെ? ഒരന്തം വിടും. എല്ലാം അറിയുന്ന അള്ളാഹുത്തല എന്തിനാ മലായിക്കത്തോട് ചോദിക്കുന്നത്? ഒരർത്ഥം എന്താ? അള്ളാഹ്ക്ക് എല്ലാം അറിയാൻ തന്നെയല്ലേ. എന്നിരിക്കെ ഈ അടിമ എന്തോട് ചെയ്ത് കാട്ടിക്കൂട്ടി ഇതിന്റെ ചോദ്യം മലായിക്കത്ത് ചോദിക്കുമ്പോ ആ മലായിക്കത്തിന് ഉത്തരം പറയുന്നത് എന്താണെന്നും അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താണെന്നും അവർക്കറിയും. അപ്പൊ അതിന് ഉത്തരം പറയിപ്പിക്കണം മലായിക്കത്തിനെ കൊണ്ട്. ഇത് നമുക്കുള്ള സ്ഥാനമാനങ്ങളാണ്, മനസ്സിലാക്കുക. അപ്പൊ ഈ മലായിക്കത്ത് എന്ത് പറയുന്നറിയാം? അത്തൈനാഹും മോഹം യുസല്ലൂന വത്തറക്കിനാഹും മോഹം യുസല്ലൂന. ഞാൻ ചെന്നപ്പോൾ ഒരു നിസ്കാരത്തിലാണ്, പോന്നപ്പോൾ ഒരു നിസ്കാരത്തിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇപ്പം എന്താ? നമ്മുടെ ഈ വിഷയത്തിൽ മലായിക്കത്ത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൂടെ എപ്പോഴും മലായിക്കത്ത് ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒബിൽ ഹദീസിൽ ആഹർ, വേറൊരു ഹദീസിൽ കാണാം, അന്നമാക്കും അല്ല യുഫാരിക്കും ഇല്ലാ ഇന്ദൽ ഖലായി വ ഇന്ദൽ ജിമായി. ഇങ്ങനെ രണ്ട് സന്ദർഭം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും നിങ്ങളുടെ കൂടെ മലായിക്കത്തുണ്ട് എന്ന് ഹദീസിൽ കാണാം. വിട്ടുപിരിയുന്നില്ല, എപ്പോഴും ഉണ്ടാവും. പക്ഷെ ബാത്റൂമിൽ പോകുമ്പോൾ അവർ പുറത്തു വെക്കും. ഭാര്യയുമായി ബന്ധപ്പെട്ട് സ്ത്രീയുമായി ബന്ധപ്പെടുന്ന സമയത്ത് അപ്പോഴും മാറി നിൽക്കും. ഈ രണ്ട് ഘട്ടത്തിൽ അവരുണ്ടാവില്ല. അവർ മാറി നിൽക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ അവർ വരും, ശുദ്ധിയായ വരും, ഒക്കെ വരും. അതുകൊണ്ട് ഫസ്തഖിയൂഹും വഅക്രിമുഹും, നിങ്ങൾ അവരെ ആദരിച്ചോളി, നിങ്ങൾ അവരെ നാണം മനസ്സിലാക്കിയോ. നിങ്ങൾ അവർ കാണുമ്പോൾ നാണിക്കണം, കാണാനും കൂടെ ഉണ്ട് മനസ്സിലാക്കണം. ഇങ്ങനെ ഹദീസിൽ കാണാണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയാണ്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ? അതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതായിട്ട് ഇക്രിമ തങ്ങൾ പറയുന്നു. ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മലായികത്തു യഹ്ഫദൂനഹു മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി. അവന്റെ പിറകിലും മുന്നിലുമായി കൊണ്ട് അവനെ കാക്കുന്ന മലായികത്തുകളുണ്ട്. ഇങ്ങനെ അള്ളാന്റെ ഖദർ അവൻ എത്തിക്കഴിഞ്ഞാൽ ആ മലക്കുകളൊക്കെ അവനെ തൊട്ടൊഴിഞ്ഞു പോകും എന്നാണ്. മരണം സംഭവിച്ചാൽ പിന്നെ ഒരു അതുവരെ ഉണ്ടാവുന്ന ഇങ്ങനെ കാണാം. അക്കാല മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാമിൻ അബിദിൻ ഇല്ലാലഹു മലക്കും അക്കറിയഹു ഫീ നൗമിഹി വയഖ്ലതിഹി മിനൽ ജിന്നി വൽ ഇൻസി വൽ ഹവാമി ഫമാ മിന്നാ ശൈഉൻ യഅതീഹി യുരീദു ഇല്ലാ ഖാലഹുൽ മലക്കു വറഅക ഇല്ലാ ശൈ അദിനല്ലാഹു ഫീഹി ഫയുസീബുഹു. എന്തേ പറഞ്ഞത്? ഒരടിമക്ക് ആ അടിമയെ കാക്കുവാൻ വേണ്ടി ഉണർവിലും ഉറക്കലുമായി ഏൽപ്പിക്കപ്പെട്ട മലക്ക് അവിടെ ഉണ്ട്. ജിന്നി ഇൻസ് ഹവാമ്, പിടിമൃഗങ്ങൾ, നാൽക്കാലികൾ പോലത്തെ ദുഷിച്ചതായിരിക്കുന്ന പ്രവൃത്തികൾ വരും. അപ്പൊ നാൽക്കാലികളെ തൊട്ടും പ്രാണികളെ തൊട്ടും മനുഷ്യനും ജിന്നി വരെ തൊട്ടുള്ള ശരീരം തൊട്ട് കാക്കാൻ പറ്റും. അത് ഉണർവിലുമുണ്ട് ഉറക്കത്തിലുമുണ്ട്. കാക്കാരേൽപ്പിച്ച മലക്കളുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട ഒരു വസ്തു എന്താവുകയില്ല, അവരെത്തുകയില്ല. അവന്റെ മൂക്കിലൂടെയോ ചെവിയിലൂടെയോ അവരെ ദ്രോഹിക്കാൻ വരുന്ന മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, ആവാമാവട്ടെ, അവർക്ക് വരുന്ന സമയത്ത് ഈ മലക്ക് അവരോട് പറയും, നിനക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഇവരെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുവാൻ, നീ പോയിക്കോ. അല്ലാഹു തആല അവരിൽ എന്താണോ നടപ്പാക്കാൻ വിചാരിച്ച് വസ്തുവെങ്കിൽ അത് മാത്രമേ വരാം, അതവർ കിട്ടും, അല്ലെങ്കിൽ നടക്കൂല. ഇങ്ങനെ സംരക്ഷണം നമുക്ക് എന്തെല്ലാം സംരക്ഷണം അല്ലാഹു തആല ഒരുക്കി തന്നു. ഇതാണ് മലായികത്ത് കൊണ്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഇബാറത്ത് ഇബ്നു കസീർ 2542 വായിച്ചാൽ കാണും റായിദ് സൂറത്തിന്റെ വ്യാഖ്യാനം. ആയിക്കോട്ടെ, ഇങ്ങനെ പല അഭിപ്രായം പറഞ്ഞെങ്കിലും ഇത് തർക്കമുണ്ട്. ഈ തർക്കത്തെ കുറിച്ച് പറയുമ്പോൾ സ്വഹീഹായ അഭിപ്രായം പറയാം. അത് പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. സ്വഹീഹായ അഭിപ്രായ പ്രകാരം പറഞ്ഞ 4, 5, 8 അല്ല, രാത്രി 10, പകലിലും 10, ഇങ്ങനെയാണ്. അത് കമാവി ഷറഹിൽ ജൗഹറത്തിന്റെ ഷറഹിൽ അങ്ങനെ വന്നിട്ടുണ്ട്. നഖലൻ ഹദീസിൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഷറഹുൽ ജൗഹറ എന്ന് പറയുന്ന കിതാബിന്റെ മുസന്നിഫ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? وَيَجْتَمِعُونَ بِصَلَاةِ الْفَجْرِ وَصَلَاةِ الْعَصْرِ وَلَا يُفَارِقُونَ الشَّخْصَ أَبَدًا إِلَى الْمَمَاتِ. മരണം വരെ എന്നും ഒരു മനുഷ്യന്റെ കൂടെ മലായികത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സുബഹിയിലുണ്ട്, അസ്റിന്റെ കൂടെ ഒരുമിച്ച് കൂടെ. ഇങ്ങനെ വൈദാമാത്ത വ്യക്തി മരിച്ചാൽ ഫഖദ് ഫറഅ ഹുദുഹും ലഹു, ഇവനെ കാക്കുക എന്നുള്ള സംരക്ഷണം കഴിഞ്ഞു. വഹും വാഹിദുൻ അലാ യമീൻ,
അങ്ങനെ മലക്കളെ കൂട്ടത്തിൽ ഒരാൾ വലതുഭാഗത്താണ്, വാഹറു മറ്റൊരാൾ അലാ ഷിമാൻ ഇടതുഭാഗത്താണ്, വാഹറു അമാ മറ്റൊരാൾ മുൻഭാഗത്താണ്, വാഹറു ഖൽഫു മറ്റേ ബാക്കിലാണ്. എത്രയായി? 4 ആയില്ലേ? വലത്തൊന്ന്, ഇടത്തൊന്ന്, ബാക്കിലും മുന്നിലും ഓരോന്ന്, അപ്പൊ 4. ഇസ്നാനി അല അയിനഹി 2 കണ്ണുമ 2 ആളുണ്ട്. വാഹിദ് അല സഫത്തെ 2 ചുണ്ടുമ ഒരാളുണ്ട്. ഇസ്നാനി അല കദമി ചെരുപ്പിടിക്കാലുമ 2 ആളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങളുടെ മേൽ ചെല്ലുന്ന സ്വലാത്തിനെ ഈ 2 മലായിക്കത്തും എന്താ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇതിലെ പണി അതാണ്. ചെരുപ്പിടിക്കാലത്തിൽ ഭാഗത്ത് നിൽക്കുന്ന മലായിക്കത്തിന്റെ പണി നമ്മൾ നബിന്റെ മേൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തൊക്കെ അവർ സൂക്ഷിക്കുകയാണ്. അപ്പൊ വാഹിദും ആഹിദും പിന്നെ ആസിയത്തി ഒരാൾ തന്റെ മൂർദ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വിനയം ചെയ്യുകയാണെങ്കിൽ റഫാവു അള്ളാഹു സ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുപോകും അയാളെ. തക്കപ്പുറ അവൻ അഹങ്കരിക്കുകയാണെങ്കിൽ എന്താവും? ഹഫലവും അവനെ പിടിച്ച് ഭൂമിയിൽ പറ്റല്ലാതാക്കും. ഇതാണ് ഈ മലക്കൾ പണി. ഹാവുലായി നമ്മളിവിടെ എണ്ണി നോക്കുമ്പോൾ അസ്രത്ത് 10 ആണ്. ഈ 10 എന്ന് പറയുന്നത് നന്മതിന്മകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അറ്റീദ് റക്കീബ് എന്ന് പറയുന്ന മലായികത്തുകളുണ്ട്. അവരൊഴിച്ചാണ് ഈ 10. അവർ കൂട്ടുമ്പോൾ 12 ഉണ്ടാവില്ലേ? അവരൊഴിച്ച് അത് മൊയ്ത്തമത് പ്രകാരം ഇങ്ങനെയാകുന്നു. അപ്പൊ ചുരുക്കത്തിൽ 10 മലായികത്ത് രാവിലും 10 മലായികത്ത് എന്തുണ്ട്? പകലിലുമുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതാണല്ലോ. അപ്പൊ ഒരു സംഗതി ഇപ്പൊ എന്താ പറഞ്ഞത്? നമ്മളെ നാശത്തൊട്ട് കാക്ക. അവിടുത്തെ ഈ ചർച്ച പോകുന്നത് ഫസ്താനി 2ാമത്തെ വിഭാഗം മലക്കുകൾ എന്താണ്? ഹഫദത്തും യസ്തുറും എന്നുള്ള അഴിമാലി. ഈ വ്യക്തിയിൽ നിന്നുണ്ടാവുന്ന കർമ്മങ്ങൾ ഏതൊക്കെയാണോ അത്തരം കർമ്മങ്ങളെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക. ഇതാണ് പണി. കാലത്താന അതിന്റെ തെളിവായിട്ട് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏതൊരു മനുഷ്യരും ഒരു വാക്കും ഒഴിയുന്നില്ല, അവന്റെ അടുത്ത് റഖീബും അതീദും ഉണ്ടായിട്ടല്ലാതെ. അവരർത്ഥം എന്താ? അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം നല്ലതുണ്ടോ ചീത്തയുണ്ടോ 2 എഴുതി വെക്കാൻ മലായിക്കത്തോടും. ഇങ്ങനെ 2 ഓഹരിയിലാണ് അബദ്ധത്ത്. അപ്പൊ ഈ 2 വിഭാഗത്തിനെ കുറിച്ചും അബദ്ധത്ത് എന്ന് പറയാം. ഈ അബദ്ധത്തിലേക്കാണ് നമ്മൾ ഈ ഫാത്തിഹ ചെയ്യുന്നത്. പിന്നെ റൂഹാനിയീനാന്ന് പ്രത്യേകം എന്നും കാണുന്നുണ്ട്. റൂഹാനി എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ എന്നല്ലോ. അതാ സിൻഫുമിനൽ മലായിക്കത്ത് മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് റൂഹാനിയീൻ. ഇനി അവിടെ ചർച്ച എന്താ? ഫഫി മസായി ഷെയ്ഖുൽ ഇമാമി അബുൽ ലൈസ് സമർഖന്ദിയിൽ ഹനഫി. ഹനഫി മതകാരനായിരിക്കുന്ന സമർഖന്ദ് രാജ്യത്ത് ജനിച്ചതായിരിക്കുന്ന ഇമാം അബു ലൈസ് എന്ന് പറയുന്ന മഹാൻ ചില മസാലകളുണ്ട്. അത്തരം മസാലകളിൽ കാണാം എന്ത്? അന്നൽ മലായിക്കത്ത നിശ്ചയമായിട്ട് മലക്കുകള് അസനാഫുൻ പല വിഭാഗമായിട്ടും ഉണ്ടവർ. ഫമിൻഹും ഹമലത്തുൽ അർശ് അവരുടെ കൂട്ടത്തിൽ അർശിനെ വഹിക്കുന്നവരുണ്ട്. ഫമിൻഹും ഹാഫൂന അർശിനെ ചുറ്റുന്നവർ ആ കൂട്ടത്തിലുണ്ട്. ഫമിൻഹും റൂഹാനിയൂന റൂഹാനികളായ ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ അതാണ് ഇവിടെ റൂഹാനിയ കൊടുത്തത്. എന്താ ഇമാം അബുൽ ലൈസ് തങ്ങളെ മസാല പറഞ്ഞ ഇവിടെ കഴിഞ്ഞു. ഷെയ്ഖുൽ അല്ലാമത്ത് മുഹമ്മദ് നുവവിയിൽ ജാവി. നുവവിയിൽ ജാവി എന്ന് പറയുന്ന അല്ലാമത്ത് മുഹമ്മദ് തങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫി ശറഈ അൽ മുസമ്മ ഖത്റുൽ വൈസ് ഫി ശറഈ മസായിൽ അബുൽ ലൈസ്. അബുൽ ലൈസിന്റെ കിതാബായിരിക്കുന്ന ശറഹ് മസായിൽ. ശറഹ് മസായില് എന്താ കിതാബിന് പേരിട്ട് ശറഹീകരിക്കുന്നത്? ഖത്റുൽ വൈസ് എന്ന് പറഞ്ഞ കിതാബുണ്ട്. ആർക്ക്? ഈ പറയുന്ന അല്ലാമത്ത് മുഹമ്മദ് നുവവിയിൽ ജാവി എന്ന് പറയുന്ന ആൾക്കുണ്ട്. അലേ കൗലിഹി വമിൻകും റൂഹാനിയൂന എന്നാണ് സമർഖന്ദ് പറഞ്ഞത്. ആ വാക്കിന്റെ മേലെടുത്തുകൊണ്ട് പറയുന്നു മാനസ്സു. അതിന് നെസ് പറഞ്ഞാൽ തീല പറയപ്പെട്ടിട്ടുണ്ട്. ഹും അവർ ബി അർളിൻ ബൈളാൻ വെളുത്തതായിരിക്കുന്ന ഭൂമിയിലാണ്. കർഹാം റഹാം എന്ന് പറഞ്ഞ പളങ്ക് പോലെ വെളുത്തതായി എല്ലാം കാണാൻ പറ്റുന്ന ഭൂമിയിലാണ് പറഞ്ഞത്. അർളുക ആ ഭൂമിയുടെ വീതി മസീറത്ത് ശംസ് 40 യൗമൻ 40 ദിവസം സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചരിക്കുന്ന ദീർഘം എത്രയാണോ അത്രയും വിശാലത അതിനുണ്ട്. തൂലുക പിന്നെ അതിന്റെ നീട്ടം പറഞ്ഞാൽ അയലമുഖ ഇല്ലല്ല അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, ആർക്കും അറിയില്ല. എന്നീ ദിക്കുകളെ കൊണ്ടുള്ള ശബ്ദം അവർക്കുണ്ട്. അപ്പൊ ഓരോ കുശിബാധിയും അവരിൽ നിന്ന് ആരെങ്കിലും ഒരാളുടെ ശബ്ദത്തെ തൊട്ട് വെളിവാക്കപ്പെടുകയാണെങ്കിൽ, അത് പുറത്തേക്ക് വരികയാണെങ്കിൽ ലഹലക്ക, അത് ജജിനെ മുളക്കണ്ട, അത് പുറത്തേക്ക് വന്നോക്കണ്ടേ. ലഹലക്ക അഹുൽ അർദി ഭൂമിയിലുള്ള സകലരും ആകെ പരാജയപ്പെട്ട് നശിച്ചു പോകും. മിൻ ഹൗലി സൗത്തിഹി
അവരുടെ ശബ്ദത്തിന്റെ ഭീകരത കൊണ്ട്. മുന്തകാകും ഇവരുടെ ഈ ആഫദത്തിന്റെ താമസത്തിന്റെ അറ്റം ഇലാമനത്തിൽ അറസിന്റെ വഹിക്കുന്ന ഭാഗത്തിലേക്കാണ് ഇന്ത. ഇങ്ങനെയാണ് ആ മലക്കുളത്തിന്റെ